ഞാൻ ദൈവം ഓരോ കാര്യങ്ങൾ എന്നോട് പറയുന്നു എന്ന രീതിയിൽ ഞാൻ ഓരോ മെസ്സേജുകളൊക്കെ യൂട്യൂബിലൂടെയൊക്കെ ഇങ്ങനെ കൊടുക്കുമ്പോൾ പലർക്കും സംശയമുണ്ട്, ഇതെന്തുകൊണ്ടാണ് ദൈവം ഇയാളോട് മാത്രം ഇങ്ങനെ സംസാരിക്കുന്നു, ഞങ്ങളോടൊന്നും എന്തുകൊണ്ട് ദൈവം സംസാരിക്കുന്നില്ല? അപ്പൊ ദൈവം അതെന്ത് അങ്ങനെ ഒരു വകഭേദം കാണിക്കുന്നത് എന്ത്? അയാളും നമ്മളും ഒക്കെ ദൈവത്തിന്റെ സൃഷ്ടികളല്ലേ, എല്ലാവരും ഒരേപോലെ അല്ലേ, പിന്നെ ഒരാളോട് മാത്രം എങ്ങനെ ദൈവം ഇങ്ങനെ സംസാരിക്കുന്നു? എന്നോട് ഫോൺ ചെയ്തും മെസ്സേജ് വിട്ടും പലരും ഇങ്ങനെയുള്ള സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് നിങ്ങൾക്ക് മാത്രം സംസാരം വരുന്നത്? എനിക്ക് ഈ സംസാരം വരുന്നത്, ഇത് ഞാൻ ഇങ്ങനെ സംസാരം കിട്ടണം എന്ന് പറഞ്ഞ് അതികഠിനമായി പ്രയത്നിച്ച് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുത്തൊരു സാധനം അല്ല. പണ്ട് മുതലേ എന്റെ ഉള്ളിൽ എന്നോട് ആരോ ഇങ്ങോട്ട്, അതായത് ഞാൻ എന്റെ മനസ്സിലൂടെ തന്നെ ചില ചോദ്യങ്ങളുടെ ഉത്തരങ്ങളൊക്കെ ഇങ്ങനെ കിട്ടുന്ന ഒരു അനുഭവം എന്റെ കുട്ടിക്കാലം മുതലേ എനിക്കുണ്ട്. പിന്നീട് ദൈവികമായ ചില ഡ്യൂട്ടിയും ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ദൈവം എന്നെ ഏൽപ്പിച്ച് അതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് എന്നോട് സംസാരിക്കുന്ന, അല്ലെ എന്റെ ഉള്ളിലൂടെ മറുപടി കിട്ടുന്ന ആ ശക്തിയോട്, ആ ദൈവത്തോട് ഞാൻ തന്നെ ചോദിച്ചെടുത്ത കാര്യങ്ങളൊക്കെയാണ് പബ്ലിക്കായിട്ട് ഇങ്ങനെ നിങ്ങളോടൊക്കെ പറയുന്നത്. അപ്പൊ എനിക്ക് എങ്ങനെ ഈ സംസാരം ഉണ്ട് എന്ന് ചോദിച്ചാൽ, ഇത് എന്റെ ആത്മാവുമായിട്ടാണ് ഈ സംസാരം വരുന്നത്. ആ സംസാരം എന്റെ ആത്മാവിലൂടെയാണ് എനിക്ക് കിട്ടുന്നത്. ഇതൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ദൈവം സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ സൃഷ്ടാവായ ദൈവം എന്റെ അടുത്ത് മാത്രം ഇങ്ങനെ സംസാരിക്കുന്നു എന്നല്ല അർത്ഥം. ആ സൃഷ്ടാവായ ദൈവത്തിൽ നിന്നും ചില മെസ്സേജുകൾ എന്റെ ആത്മാവിന് കിട്ടുന്നു. അപ്പൊ എന്റെ ആത്മാവിന് എങ്ങനെ കിട്ടുന്നു? എന്നെ നിയന്ത്രിക്കുന്ന ഒരു പ്രധാന ദേവനുണ്ട്, അല്ലെങ്കിൽ ഒരു ഉപാസനാമൂർത്തിയുണ്ട്, അല്ലെങ്കിൽ ഒരു കാവൽ മാലാഖയുണ്ട്. അപ്പൊ ആ ശക്തി, ആ അദൃശ്യ ശക്തിയിലൂടെയാണ് എന്റെ ആത്മാവിന് ഈ മെസ്സേജുകൾ കിട്ടുന്നത്. അപ്പൊ എന്റെ ആത്മാവിന് ഈ മെസ്സേജുകൾ കിട്ടുമ്പോൾ ഞാൻ എന്ന് പറയുന്ന ഈ ബോധ മനസ്സുള്ള ഞാൻ ഈ സത്യങ്ങളെല്ലാം മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് എന്റെ ആത്മാവും എന്റെ മനസ്സും, അതായത് എന്റെ ഉപബോധ മനസ്സും എന്റെ മനസ്സും ഒരേ റേഞ്ചിൽ എത്തുമ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അല്ലെങ്കിൽ എന്റെ ആത്മാവ് ഈ മെസ്സേജുകളെല്ലാം ഇങ്ങനെ സ്വീകരിച്ച് എന്റെ അകത്തിരുന്നും കൊണ്ട് എനിക്ക് ആ ആത്മാവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ആ ബലം അല്ലെ അത്രയും വളർന്നില്ലെങ്കിൽ എന്റെ ആത്മാവകത്തിരുന്നും കൊണ്ട് തോന്നലുകൾ പോലെയും എന്നോട് ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഈ ഒരു ലെവലിലേക്ക്, അല്ലെങ്കിൽ എന്റെ ആത്മാവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലെവലിലേക്ക് ഞാൻ വളർന്നു വന്നില്ലെങ്കിൽ ഇതൊക്കെ എന്റെ തോന്നൽ എന്ന രീതിയിൽ ഞാൻ തള്ളിക്കളഞ്ഞുകൊണ്ട് പോകും. അപ്പൊ അങ്ങനെ കുറെ നാൾ ഞാനിതെല്ലാം തള്ളിക്കളഞ്ഞു പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നീടാണ് ഞാൻ ഇതിലേക്ക് തിരിച്ചു വന്ന് അതിനെ ഒന്നുകൂടെ പോളിഷ് ചെയ്ത് ഞാൻ തിരിച്ച് ആ ആത്മാവുമായിട്ടുള്ള സംസാരത്തിലേക്ക്, അല്ലെ ആത്മാവായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലേക്ക് ഞാൻ തിരിച്ചെത്തിയത്. അപ്പൊ ഇടയ്ക്ക് കുറെ നാൾ എന്റെ പഠിക്കുന്ന കാലഘട്ടത്തും കോളേജിലെ വിദ്യാഭ്യാസ സമയത്തും അങ്ങനെ ഇങ്ങനെയുള്ള സമയത്തല്ല എന്റെ ആത്മാവിലോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എനിക്ക് കുറഞ്ഞുപോയി. കാരണം ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളും ഫ്രണ്ട്സും കൂട്ടുകെട്ടും അങ്ങനെയൊക്കെ ആയ സമയത്തല്ല ഇത് താന്നുപോയി. ഇതിങ്ങനെ താന്നു പോകും. ഇപ്പൊ എന്റെ മെസ്സേജ് കേൾക്കുന്ന പലർക്കും പണ്ട് ഇങ്ങനെയുള്ള അനുഭവങ്ങളും ഇങ്ങനെയുള്ള സംസാരങ്ങളും മറ്റു ഡയമെൻഷനിലുള്ള യാത്രയൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീട് അത് ഇല്ലാതായിപ്പോയി. ഇപ്പൊ എന്റെ മെസ്സേജിലൂടെയൊക്കെയാണ് ഈ വിധ സത്യങ്ങളെല്ലാം ഇപ്പൊ തിരിച്ചറിയുന്നതെന്ന് പറഞ്ഞ് പലരും എന്നെ ഫോൺ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ശരിയാണ്. കാരണം നമ്മുടെ ആത്മാവ് ജനിക്കുമ്പോൾ കഴിഞ്ഞ ജന്മത്തിലൂടെ ഏതാണ്ടൊരു ലെവലിൽ എത്തിയ ആത്മാവാണെങ്കിൽ അടുത്ത ജന്മത്തിൽ തുടക്കത്തിലൊക്കെ ഈ അനുഭവങ്ങൾ കിട്ടും. പക്ഷെ ഭൗതികമായി നമ്മൾ ഈ ലോകത്തെ കാഴ്ചകളും അനുഭവങ്ങളും അനുഭവിച്ച് അതിലേക്ക് നമ്മൾ മുഴുകി പോകുമ്പോൾ ആത്മാവിന് ഉണ്ടായിരുന്ന, അല്ലെ ആത്മാവിലൂടെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഇൻഫർമേഷൻസ് തന്നെ കുറഞ്ഞു പോകും, ആത്മാവ് മുരടിച്ചു പോകും, വളരാൻ കഴിയുന്നില്ല. ഇത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യം തന്നെയാണ്. ഇപ്പൊ ദൈവം എന്നോട് സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ പലർക്കും അവിടെ ഒരു അസൂയ പോലെ അല്ലെങ്കിൽ വിഷമം പോലെയൊക്കെ വരുന്നുണ്ട്. ഇത് എന്താണ് ഈ സംസാരം, അതിന്റെ രീതി, അതിന്റെ റേഞ്ച് എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം. എന്റെ മുൻ മെസ്സേജിലൊക്കെ കുറച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുറച്ചുകൂടെ വിശദീകരിച്ച് പറഞ്ഞുതരാം. നമ്മുടെ ആത്മാവ് ഇപ്പൊ കഴിഞ്ഞ ജന്മങ്ങളിലൂടെയെല്ലാം ഈ ഓരോന്ന് പഠിച്ചാണല്ലോ ഈ ജന്മത്തിൽ എത്തുക. അപ്പൊ ഓരോ ജന്മത്തിലും നമ്മുടെ ആത്മാവിനെ പഠിപ്പിച്ച് നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ, ഇപ്പം നരകം എന്ന് പറയുന്ന ഡയമെൻഷനിലോട്ടൊക്കെ മരണശേഷം പോയി അവിടെ ശിക്ഷയൊക്കെ അനുഭവിക്കുമ്പോഴെല്ലാം നമ്മളെയൊക്കെ സഹായിക്കാനായിട്ട് ചില ദേവന്മാർ, അല്ലെ ദേവിമാർ, അല്ലെ ചില അദൃശക്തികൾ നമ്മുടെ ആത്മാവിനെ വളർത്തി വലുതാക്കി കൊണ്ടുവരാണ്ട ജോലിക്കായിട്ട് നമ്മളോടൊപ്പം ഉണ്ട്. ഇതെല്ലാവർക്കും ഉണ്ട്. അതിനാണ് ഈ ഉപാസനാമൂർത്തി എന്നും അല്ലെങ്കിൽ നമ്മളെ കാവൽ മാലാഖ എന്നൊക്കെ പറയുന്നതൊക്കെ ഇതാണ്. അപ്പൊ ഈ മൂർത്തി, അല്ലെ ഈ അദൃശ്യ ശക്തിയിലൂടെയാണ് സൃഷ്ടാവ ദൈവത്തിൽ നിന്നുള്ള ഇൻഫർമേഷൻസ്, ഇതൊരു പ്രധാന ദേവനായിരിക്കും. ആ ദേവന്റെ കീഴിൽ, അല്ലെങ്കിൽ ആ അദൃശക്തിയുടെ കീഴിൽ
നമ്മുടെ സകലമാന കാര്യങ്ങളും നിമിത്തങ്ങളിലൂടെ സാഹചര്യങ്ങളിലൂടെ ഒരുക്കി കൊണ്ടുവരുന്ന ഒരുപാട് അത്ര ശക്തികളുണ്ട്. എന്നാൽ പ്രധാന ആ ശക്തിയാണ് നമുക്കുള്ള മെയിൻ ഇൻഫർമേഷൻസ് അല്ല ആ പ്രകൃതിയിൽ നിന്നും ഇൻഫർമേഷൻ സ്വീകരിച്ച് നമുക്ക് തരുന്നത്. അപ്പൊ നമുക്ക് തരുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിനാണ് അത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സിലാണ് ഇൻഫർമേഷൻ കിട്ടുന്നത്. ഇത് നമ്മുടെ ബോധ മനസ്സിലേക്ക് കൊണ്ടുവരണം. അപ്പൊ അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭൗതികമായിട്ടുള്ള ചിന്തകളെല്ലാം വെടിഞ്ഞ് ഒരു ദിവസം കുറച്ചു നേരമെങ്കിലും നമ്മൾ ഫുൾ മനസ്സിനെ ബ്ലാങ്ക് ആക്കി ഫ്രീ ആക്കി വിട്ട് കുറച്ചു നേരം ഇരുന്ന് ധ്യാനിക്കണം, അല്ലെങ്കിൽ വെറുതെ കണ്ണടച്ച് ചുമ്മാ ഇരിക്കണം എന്നൊക്കെ പറയുന്നതിന്റെ കാരണം ഇങ്ങനെ ഭൗതികമായി നമ്മളിങ്ങനെ ചിന്തിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഉപബോധ മനസ്സിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് നമ്മുടെ തലച്ചോറിലോട്ട് കിട്ടൂല. കാരണം നമ്മൾ ഭൗതികത്തിലുള്ള ഈ കാര്യം തന്നെ ഒരു ഗ്യാപ്പും ഇല്ലാതെ അത് ചിന്തിച്ച് ഇത് ചിന്തിച്ച് അത് ആലോചിച്ച് ഇത് ആലോചിച്ച് ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇതൊന്ന് ഒതുങ്ങിയാലേ അകത്തുനിന്നുള്ള ഇൻഫർമേഷൻസ് വരുള്ളൂ. ഈ അകത്തുനിന്നുള്ള ഇൻഫർമേഷൻസ് ഇങ്ങനെ വരുന്നതിനെയാണ് ദൈവം സംസാരിക്കുന്നു എന്ന രീതിയിൽ നമുക്ക് കിട്ടുന്നത്. പക്ഷെ ദൈവം സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകൃതി നമുക്ക് ആ ഇൻഫർമേഷൻസ് നമ്മുടെ ആത്മാവിന് തരുന്നു, ആത്മാവ് നമുക്ക് തരുന്നു. കാരണം അതനുസരിച്ച് വേണം നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോകേണ്ടത്. ഇപ്പൊ നമുക്ക് ദൈവത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ പ്രകൃതിയുടെ എന്തെങ്കിലും ഡ്യൂട്ടീസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ദൈവ വേലക്കാരായിട്ടൊക്കെ നടക്കുന്നുണ്ട്, ഒരുപാട് ആത്മീയ ഡ്യൂട്ടിയായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വേറെ ആർക്കും നമ്മളെ സഹായിക്കാൻ കഴിയൂല, നമ്മുടെ ലെവലിൽ എത്തിക്കാനേ പറ്റുള്ളൂ. എന്താണ് ജോലി ദൈവത്തിന് വേണ്ടി ഈ പ്രപഞ്ചത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും തൊഴിൽ ജോലി ആത്മീയ ജോലി ചെയ്യണമെങ്കിൽ ഒക്കെ നമ്മുടെ ആത്മാവിലൂടെ മാത്രമേ ഇൻഫർമേഷൻസ് കിട്ടുള്ളൂ. അല്ലെ വേറൊരാൾക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. കാരണം അയാൾക്ക് അറിയാത്തൊരു മേഖലയായിരിക്കും. നമുക്ക് മാത്രമേ ഈ കാര്യം അറിയാൻ പറ്റുള്ളൂ. അത് നമ്മുടെ ആത്മാവിന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അതൊക്കെ നമ്മുടെ ആത്മാവിനെ പറഞ്ഞുതരാൻ കഴിയുള്ളൂ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ആത്മാവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്ന് ഞാൻ പറയുന്നത്. ഇനി ഇതെങ്ങനെയാണ് ഇൻഫർമേഷൻസ് കിട്ടുന്നത്? അത് തുടക്കത്തിൽ വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടൂല. നമ്മുടെ ആത്മീയ വളർച്ച അല്ലെങ്കിൽ നമ്മുടെ ആത്മാവുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിന്റെ വളർച്ച എത്രത്തോളം ഉണ്ട് അതനുസരിച്ചുള്ള കാര്യങ്ങളെ ഈ കാവൽ മാലാഖ അല്ലെങ്കിൽ ഈ പ്രധാന ദേവൻ നമുക്ക് മെസ്സേജ് തരുള്ളൂ. ഒരിക്കലും നമ്മൾക്ക് അത്രയും വളർച്ചയില്ലാതെ വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ ഉള്ളിലൂടെ ചോദിച്ചാൽ ഒരിക്കലും ഈ അദൃശക്തി അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നും വലിയ മെസ്സേജ് നമുക്ക് പറഞ്ഞു തരൂല. മൗനമായിരിക്കും, ശാന്തമായിട്ടേ നിൽക്കുള്ളൂ. നമ്മുടെ അറിവ് എത്രയാണോ, നമ്മുടെ വളർച്ച എത്രയാണോ അതനുസരിച്ചുള്ള മെസ്സേജുകളെ നമുക്ക് കിട്ടുള്ളൂ എന്ന സത്യം തിരിച്ചറിയണം. അപ്പം അടിസ്ഥാനത്തിൽ നിന്ന് ചോദിച്ച് തുടങ്ങണം. ആദ്യം ചോദിക്കേണ്ടത് നമ്മുടെ പേഴ്സണൽ ലൈഫിലുള്ള പേഴ്സണൽ കാര്യങ്ങളൊക്കെ ആദ്യം ചോദിച്ചു തുടങ്ങണം. പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഇങ്ങനെയൊക്കെ നമ്മളൊക്കെ ചോദിച്ചിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പറഞ്ഞു തരുന്നില്ലല്ലോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞു തരൂല. ഇത് പറഞ്ഞു തരണമെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള ലെവൽ വരെ നിങ്ങൾ എത്തിയാലേ അതിന് മുകളിലോട്ടുള്ള വലിയ കാര്യങ്ങൾ പറഞ്ഞു തരുള്ളൂ. അപ്പൊ ഫസ്റ്റ് നിങ്ങൾ ഇതൊരു പ്രാക്ടീസ്, ഒരു ബാലൻസ്, ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഒരു ലെവലിൽ എത്തണം. അതിനാദ്യം നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ ആദ്യം ചോദിച്ചു തുടങ്ങണം. അതിലെല്ലാം പരാജയപ്പെട്ട് കിടക്കുന്ന നിങ്ങൾക്ക് ഒരിക്കലും വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞു തരൂല. ഇപ്പൊ പേഴ്സണൽ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരാൾ ജോലി അന്വേഷിക്കുന്ന ഒരാളാണെങ്കിൽ ദൈവമേ എന്ത് ജോലിയാണ് എനിക്ക് ചെയ്യേണ്ടത്, ഞാൻ ചെയ്യേണ്ടത്, എന്റെ ആത്മാവ് ഭൂമിയിൽ വരുമ്പോൾ ചില ജോലിയുടെ കഴിവുകൾ നമ്മുടെ ആത്മാവിന് കാണും. അപ്പൊ അതനുസരിച്ചാണ് ഈ ജന്മത്തിൽ ഇന്ന ജോലിയായിട്ട് പ്ലാൻ വന്നിരിക്കുന്നത്. അപ്പൊ അത് ആദ്യം കണ്ടെത്തണം. ഒരിക്കലും ആത്മീയ രഹസ്യങ്ങളോ മർമ്മങ്ങളോ മറ്റ് വലിയ വലിയ കാര്യങ്ങളൊന്നും ചോദിക്കാൻ പോകരുത്. ഒരിക്കലും ഉത്തരം കിട്ടൂല. ഇനി അഥവാ എന്തെങ്കിലും ഉള്ളിൽ തോന്നൽ പോലെ കിട്ടണമെങ്കിൽ പോലും ഏതെങ്കിലും പൈശാചിക ശക്തികൾ നിങ്ങളെ തെറ്റിക്കാൻ വേറെ വല്ലതൊക്കെ പറഞ്ഞു വരുമെങ്കിലേ ഉള്ളൂ. അപ്പൊ ഒരിക്കലും അത് കിട്ടൂല. പിന്നെ ചിലര് എന്നെ വിളിച്ച് ചോദിക്കുമ്പോൾ ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന പല കാര്യങ്ങളിലും അവർക്ക് വിശ്വാസം ഇല്ല. കാരണം ഇങ്ങനെയൊക്കെയാണോ, ഇതൊക്കെ എന്തോ പൊട്ടത്തരം ഞാൻ പറയുന്നു എന്ന രീതിയിലൊക്കെയാണ് അവരുടെ മറുപടി. എന്നിട്ട് അവരുടെ ആഗ്രഹമുണ്ട് ദൈവം അവരോട് സംസാരിക്കുന്നില്ല എന്ന് പറയുകയും ചെയ്യും. ദൈവം അവരോട് സംസാരിക്കണമെങ്കിൽ ആദ്യം ആ ദൈവം പറയുന്ന കാര്യങ്ങളല്ല, ദൈവം വെച്ചിരിക്കുന്ന കുറെ ശരികൾ വിശ്വസിക്കണ്ടേ. അപ്പം അതൊന്നും വിശ്വസിക്കാതെ തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെടുത്ത് എങ്ങനെ ഇതൊക്കെ പറഞ്ഞിരുന്ന ദൈവം സംസാരിക്കും? അല്ലെ അങ്ങനെ ആ ഒരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ആദ്യം ഇതൊക്കെ വിശ്വസിക്കണം. എത്രത്തോളം വിശ്വസിക്കുന്നു, എത്രത്തോളം നമ്മുടെ മനസ്സിൽ അതൊക്കെ പതിഞ്ഞിരിപ്പുണ്ട്, അത് അനുസരിച്ച് മെസ്സേജുകൾ കിട്ടുള്ളൂ. ഇത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. വലിയ വലിയ കാര്യങ്ങൾ ഇപ്പൊ ചിലര് പറയും ദൈവം എന്റെ അടുത്ത് സംസാരിച്ചാൽ ഞാൻ ഇതൊക്കെ വിശ്വസിക്കാം എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിങ്ങളോട് സംസാരിച്ച് വിശ്വസിപ്പിച്ച് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നും ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ആ പ്രകൃതിക്ക് ഇല്ല. കാരണം പ്രകൃതിയിൽ നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന തലത്തിലുള്ള നിങ്ങൾക്ക് പോകേണ്ടതായിട്ടുള്ള ഒരു മേഖല പ്രകൃതിയിലുണ്ട്. ചിലപ്പോൾ പോസിറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് ആയിരിക്കാം, എവിടെയെങ്കിലും ഒരു തലമുണ്ട്, അങ്ങോട്ട് പോകും, അത്രേ ഉള്ളൂ. അപ്പൊ ഹൈയിലോട്ട് പോകണമെങ്കിൽ
അത് നമ്മുടെ ആവശ്യമാണ്. ഇത് ദൈവത്തിന്റെ ആവശ്യമായിട്ട് ആരും ഇത് കണക്കാക്കരുത്. എല്ലാവരും അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ദൈവത്തിന് വേണമെങ്കിൽ എന്നെ ഇങ്ങനെ ആക്കി കൊണ്ടുവയ്ക്കൂടെ, ദൈവം എന്തിനാണ് നെഗറ്റീവ്സിനെ സൃഷ്ടിച്ചത്, എല്ലാം പോസിറ്റീവ് ആയിരുന്നെങ്കിൽ എനിക്കൊക്കെ ആദ്യം പോസിറ്റീവായിട്ട് നേരെ അങ്ങ് ദൈവത്തിലോട്ട് പോകാമായിരുന്നില്ലേ എന്നൊക്കെ ചിലരുടെ സംശയങ്ങളുണ്ട്. ഇതൊക്കെ നമ്മുടെ പരീക്ഷണമാണ്. ഇതൊരു പരീക്ഷാശാലയാണ്. ഇവിടെ നെഗറ്റീവ് ആണ് കൂടുതലുള്ളതെന്ന് മനസ്സിലാക്കണം, പോസിറ്റീവ് കുറച്ചേ ഉള്ളൂ. അപ്പൊ ഇത്രയും നെഗറ്റീവ്സിന്റെ ഇടയിൽ നിന്ന് നമ്മൾ പോസിറ്റീവായി ജയിച്ച് മാറി വരണം. അതിന് ഒരൊറ്റ വഴിയേ ഉള്ളൂ, നമ്മുടെ ആത്മാവുമായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ നമ്മുടെ കാവൽ മാലാഖ ഉപാസനാമൂർത്തി ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടി അതനുസരിച്ച് നമ്മൾ കയറി വന്നില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും കൂടിയിരിക്കുന്ന നെഗറ്റീവ്സിൽ നിങ്ങൾ വീണുപോകും. അത് മാറ്റമൊന്നുമില്ല. അപ്പൊ ഇതാണ് പരീക്ഷണം. അപ്പൊ അങ്ങനെ നമ്മൾ പരീക്ഷ എഴുതി പാസ്സായി വേണം ദൈവത്തിന്റെ ഹൈ തലത്തിലോട്ട് എത്തേണ്ടത്. അല്ലാതെ ദൈവം നമ്മളെ അങ്ങ് എത്തിച്ചുകൊണ്ട് പോകും എന്നാരും പ്രതീക്ഷിക്കേണ്ട. അങ്ങനെ ദൈവത്തിന് യാതൊരു ആവശ്യവും ഇല്ല. കാരണം ഇത് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. പ്രകൃതിയിൽ ദൈവം എന്ന് പറയുന്ന ഒരു ഈ സിസ്റ്റം ഒന്ന് പ്രോഗ്രാംഡ് ആണ്. അല്ലാതെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഉടനെ നിങ്ങളെ കണ്ട് നോക്കി അയ്യോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ നമ്മള് മൊബൈലിൽ തന്നെ ഇപ്പൊ ഒരു സിനിമ കാണുന്നു, പുതിയൊരു സിനിമ റിലീസായി, ഒരേ സമയം ലക്ഷക്കണക്കിന് ആൾക്കാരായിരിക്കും ആ മൊബൈലിൽ കൂടെ ആ സിനിമ ചിലപ്പോൾ കാണുന്നത്. അപ്പൊ ഇതെല്ലാം ഒരു സെർവറിൽ നിന്നാണ് എല്ലാവർക്കും ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അല്ലാതെ സെർവർ ആളെന്തായാലും നോക്കി ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുന്നതല്ല, അത് ആൾറെഡി അവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് വേണ്ടത് നമ്മൾ എടുക്കുന്നു, നമ്മൾ കാണുന്നു, നാം ആസ്വദിക്കുന്നു. ഇതുപോലെ ദൈവം എന്ന് പറയുന്നത് പ്രകൃതി മൊത്തം ആ മനസ്സ് നിറഞ്ഞു നിൽപ്പുണ്ട്. ഇതിൽ നമുക്ക് വേണ്ടത് നമ്മൾ മെനക്കെട്ടിരുന്ന് ചോദിച്ച് എടുത്ത് അതനുസരിച്ച് മുന്നോട്ട് വന്ന് ഏറ്റവും ഹൈലോട്ട് പോകണമെങ്കിൽ അത് നമ്മൾ കണ്ടെത്തി ആ ദൈവത്തിൽ നിന്ന് നമ്മളത് എടുക്കണം. നമ്മൾ എടുത്ത് ശ്രമിച്ച് മുന്നോട്ട് വരണം. അല്ലാതെ നമുക്കാരും ഇങ്ങോട്ട് കൊണ്ട് തന്ന് എടുത്തുകൊണ്ട് പോകൂല, അങ്ങനെ ആരും പ്രതീക്ഷിക്കരുത്. പക്ഷെ ഇങ്ങനെയുള്ള സത്യങ്ങൾ ഉണ്ടെന്നും ഇങ്ങനെയൊക്കെ വകുപ്പുകൾ, ഇങ്ങനെയൊക്കെയുള്ള വഴികളുണ്ടെന്നും നിങ്ങൾ അറിഞ്ഞാലല്ലേ നിങ്ങൾ അതൊക്കെ അതനുസരിച്ച് ശ്രമിച്ച് പോവുള്ളൂ. കാരണം പലരുടെയും വിശ്വാസം ദൈവം നമ്മളെ സൃഷ്ടിച്ചു, അപ്പൊ ദൈവം നമ്മളെ പരിപാലിച്ചുകൊണ്ട് പോകും, എല്ലാം വിധി ആണ്, എല്ലാം വിധിച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കുറെ മണ്ഡലങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള അറിവുകളൊക്കെ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ അറിവ് കിട്ടിയാലേ നിങ്ങളുടെ സങ്കല്പത്തിൽ നിന്ന് മാറി അങ്ങനെയാണെങ്കിൽ എനിക്കും ഇത് കിട്ടണം, എനിക്കും അങ്ങനെയൊക്കെ ചില ലെവലിലോട്ട് എത്തണം, അല്ലെ ചില അദൃശ്യ ശക്തികളൊക്കെ എനിക്ക് കാണണം എന്നൊക്കെ നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള വഴികളിലൂടെ നിങ്ങൾ സഞ്ചരിക്കണ്ടേ. അതാണ് ഞാൻ ഈ വഴികളൊക്കെ പറഞ്ഞിരുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ എല്ലാം പ്രോഗ്രാമാണ്, അല്ലെ എല്ലാം ഒരു വിധിയാണ്, നമ്മൾ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നു, നമ്മൾ തെറ്റിപ്പോകുന്നു, നമുക്ക് ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ വരുന്നു, കഷ്ടം വരുന്നു, ഇതെല്ലാം വിധിയാണ് എന്ന് അങ്ങനെയല്ല. ഇത് അറിവ് കിട്ടിയിട്ട് ഇതിൽ നിന്ന് നിങ്ങൾ എങ്ങനെ തരണം ചെയ്ത് പോകണം, ഇത് കഷ്ടത്തിൽ പെടണോ പെടാതെ പോകണോ, ഇതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ദൈവമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വലിയ വലിയ കാര്യങ്ങൾ കിട്ടണമെങ്കിൽ ബേസിക് ആയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ചോദിച്ച് പറഞ്ഞ് മുന്നോട്ട് പോയി ജീവിച്ച് കാണിച്ച് വരുമ്പോഴാണ് വലിയ വലിയ കാര്യങ്ങളിലേക്ക് പറഞ്ഞു തരുന്നത്. അതങ്ങനെ പറ്റും. ഇപ്പൊ നമ്മൾ തന്നെ ഒരു ആഹാരം കൊടുക്കുമ്പോൾ ആദ്യം വിളമ്പുന്നത് കഴിച്ചാലല്ലേ പിന്നെ ഇട്ട് തരുള്ളൂ. അപ്പൊ ആദ്യമേ ഇടുന്ന ആഹാരം തന്നെ കിണ്ടിപ്പിറക്കി കൊള്ളൂലായി അതെന്തോന്ന് എന്നൊക്കെ പറഞ്ഞ് തപ്പിയിരിക്കുന്നവർക്ക് നമ്മൾ പിന്നെ ആഹാരം കൊടുക്കുവോ? ഇല്ല. അപ്പൊ കിട്ടുന്നത് കഴിച്ചാലേ പിന്നെ കിട്ടുള്ളൂ. അപ്പം ആദ്യം കിട്ടുന്ന കാര്യങ്ങൾ മെയിനായിട്ട് നമ്മുടെ പേഴ്സണൽ ലൈഫിലുള്ള കാര്യങ്ങളായിരിക്കും. നമ്മളെങ്ങനെ മാക്സിമം പോസിറ്റീവ് ആകാം, എവിടെയൊക്കെയാണ് നമ്മുടെ ഭാഗത്തുള്ള തെറ്റുകൾ, ഏതൊക്കെ രീതിയിലുള്ള നെഗറ്റീവ്സ് നമ്മളെ കുരുക്കി വെച്ചിരിക്കുന്നത്, ഇതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതാണ് ഫസ്റ്റ് പടി. അങ്ങനെ പോയി വരുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ തന്നെ അടുത്ത ലെവലിലുള്ള കാഴ്ചകളും ദർശനങ്ങളും സ്വപ്നങ്ങളും സ്വപ്നത്തിലൂടെ സംസാരങ്ങളും നമ്മുടെ കാവൽ മാലാഖ അല്ലെങ്കിൽ ഈ ഉപാസനാമൂർത്തി നമ്മുടെ ആത്മാവിനെ നമ്മളിൽ നിന്ന് മാറ്റി വേറെ കൊണ്ടുപോകുന്ന അനുഭവങ്ങൾ, നമ്മളോട് സംസാരിക്കുന്ന അനുഭവങ്ങൾ. അപ്പൊ നമ്മളോട് സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അത് എങ്ങനെ അത് എന്നൊക്കെ ഡൗട്ടുണ്ട്. നമ്മുടെ ഭാഷയിൽ തന്നെ നമ്മളോട് സംസാരിക്കും. ഇതൊക്കെ മറ്റു ഡയമെൻഷനുള്ള ശക്തികളുടെ കഴിവുകൾ അങ്ങനെയൊക്കെയാണ്. അവർക്ക് ഏത് വ്യക്തിയോടോ അവരുടേതായ ഭാഷയിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ് അവർക്കുണ്ട്. നമുക്ക് നമ്മുടെ ഭാഷയിൽ തന്നെ നമ്മളോട് സംസാരിക്കും. നമുക്കത് അറിയാൻ പറ്റും. നമ്മുടെ ആത്മാവിലൂടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇത് നമ്മുടെ ഈ പ്രധാന ദൂതൻ അല്ലെ ദേവൻ നമ്മളോട് സംസാരിക്കുന്നതാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇതൊക്കെ ഒരു അനുഭവമാണ്. അപ്പൊ ഇതൊക്കെ അനുഭവിക്കണമെങ്കിൽ നിങ്ങൾ അത്ര കണ്ട് ആഗ്രഹിക്കുകയും അടിസ്ഥാന കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ക്ലിയർ ആക്കി മുന്നോട്ട് വരികയും ചെയ്യും. ഇതിൽ ആദ്യം വേണ്ടത് ഇങ്ങനെയൊക്കെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിച്ചാലേ നിങ്ങൾക്ക് ഇതൊക്കെ നടക്കൂ. ഇത് കുറച്ച് നമ്മുടെ മൈൻഡും കൂടെ ആശ്രയിച്ചാണ് ഈ കാര്യങ്ങൾ വരുന്നത്. നമ്മൾ എന്ത് വിശ്വസിക്കുന്നു. ഇപ്പൊ പ്രകൃതിയിൽ കുറെ സത്യങ്ങളുണ്ട്. ഇപ്പൊ എന്നോട് സംസാരിക്കുന്ന ആ ശക്തി, ആ ദൈവം എനിക്ക് പറഞ്ഞിരുന്ന ഒരുപാട് സത്യങ്ങളുണ്ട്. ഇത് എന്നോട് പറഞ്ഞിരുന്ന എനിക്കറിയാവുന്ന സത്യങ്ങളാണ്.
അപ്പൊ ഇത് ആര് വിശ്വസിച്ചു അതേ ലെവലിൽ ആ എത്തുന്നവർക്ക് എന്നോട് സംസാരിക്കുന്ന ലെവലിൽ ഇൻഫർമേഷൻസ് നിങ്ങൾക്കും തരുള്ളൂ. ഇപ്പൊ ഞാനീ പറയുന്ന കാര്യങ്ങളിലെ വിശ്വസിക്കാതെ സംശയം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയോട് എന്നോട് ഇടപെടുന്ന ആ ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. അടിസ്ഥാനത്തിൽ തന്നെ ഞാൻ ഇട്ടേക്കും. ഒരിക്കലും വലിയ വലിയ കാര്യങ്ങളിലോട്ട് പറഞ്ഞു തരില്ല. അപ്പൊ നിങ്ങൾ എന്തൊക്കെയാണോ വിശ്വസിക്കുന്നത് വിശ്വസിക്കണം. വിശ്വസിച്ചാലേ അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുള്ളൂ. ഇപ്പൊ ചെറിയ കാര്യങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങളെ വിശ്വസിക്കാതെ അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നത് എങ്ങനെ കിട്ടും? അങ്ങനെ പറഞ്ഞു തരാൻ വകുപ്പില്ല. ഇത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. അതാണ് എടുത്തു പറയുന്നത്. അപ്പം ഇത് വിശ്വസിച്ചും കൊണ്ട് ഇത് തെളിവുകൾ ചോദിക്കണം, വിശ്വസിച്ചും കൊണ്ട് ചോദിക്കണം. ഇത് രണ്ട് രീതിയിൽ നമ്മൾ ചോദ്യം വരും. ഇപ്പൊ ചിലര് ചോദിക്കുന്നത് വിശ്വസിച്ചും കൊണ്ട് ചോദിക്കാത്ത ചില ചോദ്യങ്ങളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന്, എനിക്കിങ്ങനെയുള്ള അനുഭവങ്ങൾ വരുമെങ്കിൽ ഞാൻ ദൈവത്തിന്റെ വഴിയിലോട്ട് ഞാൻ വരും, ഇല്ലെങ്കിൽ ഞാൻ എന്റെ രീതിയിൽ പോകും. ഇങ്ങനെ പറയുന്നവർക്ക് ദൈവം ഒരിക്കലും ഇങ്ങനെയുള്ള അത്ഭുത അടയാളങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളോ തന്നുകൊണ്ടുപോകില്ല. അതേസമയം ദൈവമേ അയാൾ ഇങ്ങനെയൊക്കെ പറയുന്നു, അയാൾക്ക് ഇങ്ങനെയെല്ലാം അനുഭവങ്ങളും ഉണ്ടല്ലോ, അയാൾ കണ്ട ഇങ്ങനെയൊക്കെ പറയുന്നു, ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നു, കാണുന്നു എന്നൊക്കെ പറയുന്നു. ഇപ്പൊ യൂട്യൂബിലൊക്കെ വേറെ പലരും ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുന്നു എന്നൊക്കെ പറയുന്നു. എന്തുകൊണ്ടാണ് എനിക്ക് കാണാൻ പറ്റാത്തത്? ഇപ്പൊ ഞാനും ദൈവത്തിന്റെ റൂട്ടിൽ ഉള്ള ആളല്ലേ, അപ്പൊ എനിക്ക് ഒത്തിരി കാണിച്ചു തന്നൂടെ? ഇങ്ങനെയുള്ള ഈ താഴ്മയായിട്ടുള്ള ചോദ്യത്തിലൂടെ ഇങ്ങനെയുള്ള തെളിവുകൾ ചോദിച്ചാൽ അവിടെ ലഭിക്കും. അതേസമയം മറ്റേ ആദ്യം പറഞ്ഞ ചോദ്യം എന്ന് പറഞ്ഞാൽ അഹങ്കാര ചോദ്യവും. ഇങ്ങനെയൊക്കെ തന്നാൽ ഞാൻ ഇങ്ങനെയൊക്കെ ജീവിക്കുള്ളൂ, അതിന്റെ അർത്ഥം അതാണ്, ഞാൻ ഇങ്ങനെയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പൊ ദൈവത്തിന് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ തന്നാൽ ഞാൻ വേണമെങ്കിൽ അങ്ങോട്ട് വരാം. അത് ആർക്കോ വേണ്ടി എന്തോ ചെയ്യുന്നത് പോലുള്ള മനോഭാവമാണ് അവർക്ക്. അങ്ങനെയുള്ളവർക്ക് യാതൊരു അനുഭവങ്ങളും ഇതൊന്നും കിട്ടൂല. കാരണം ഇങ്ങനെയുള്ള അഹങ്കാരികള് ആ പോസിറ്റീവ് സെക്ഷനിലോട്ട് എടുക്കാൻ കൊണ്ടുപോകൂല. അതേസമയം വിശ്വസിച്ചും കൊണ്ട് അനുഭവങ്ങൾ കിട്ടുന്നില്ല. അപ്പൊ ആ ഒരു ഉള്ളിൽ നിന്ന് വിഷമിച്ച് യാചിക്കുന്ന ലെവലിൽ എനിക്കും കൂടെ എന്തെങ്കിലും തെളിവ് തന്നൂടെ, ഇങ്ങനെ ചോദിക്കുന്നവർക്ക് തെളിവ് കിട്ടും. അപ്പൊ ഇതൊക്കെയാണ് എന്റെ രീതികൾ. അപ്പൊ എന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഈ രണ്ട് രീതിയിലുള്ള ആൾക്കാർ എന്നോട് സംസാരിക്കുന്നുണ്ട്. ഒന്ന് അഹങ്കാരത്തിൽ എവിടെ എനിക്കുള്ള തെളിവുകൾ എനിക്കും കിട്ടിയാലല്ലേ ഞാൻ വിശ്വസിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നവരുമുണ്ട്. താങ്കൾക്ക് സാറിനും ഇങ്ങനെയൊക്കെ അനുഭവങ്ങൾ കിട്ടുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് എനിക്ക് കിട്ടാത്തത്? ദൈവത്തോടൊന്ന് പറയൂ, എനിക്കൂടെ ഈ അനുഭവം തരാൻ പറയൂ എന്നൊക്കെ പറഞ്ഞ് നിഷ്കളങ്കരായിട്ടുള്ള ചോദിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ നല്ല രീതിയിൽ അനുഭവങ്ങൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്, ഭയങ്കര ഹാപ്പിയിലായിട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ ഈ ദൈവം സംസാരം എന്ന് പറയുമ്പോഴത്തേക്കും ഏതോ ഒരു ശക്തി അങ്ങനെ ഭയങ്കരമായ സംസാരം അങ്ങനെ പ്രതീക്ഷിക്കരുത്. നമ്മുടെ ആത്മാവിലൂടെ നമുക്ക് കിട്ടും. അതും രണ്ട് കൈമറിഞ്ഞാണ് സാധനം വരുന്നത്. പ്രകൃതിയിൽ നിന്നും ഇൻഫർമേഷൻസ് നമ്മുടെ പ്രധാന ദേവനെ, നമ്മളെ നിയന്ത്രിക്കുന്ന പ്രധാന ദേവൻ അല്ലെങ്കിൽ പ്രധാന മാലാഖയ്ക്ക് കിട്ടും. അവിടെ നിന്നും കൊണ്ട് നമ്മുടെ ആത്മാവിന് ആ ഇൻഫർമേഷൻ കിട്ടും. എന്നിട്ട് നമ്മുടെ ബോധ മനസ്സ് നമ്മുടെ ആത്മാവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇത് നമ്മുടെ ബുദ്ധിയിലെ നമ്മുടെ തലച്ചോറിലേക്ക് നമ്മൾ ഫീഡ് ചെയ്ത് വെക്കും. ഇത്രയും പ്രോസസ് ഉണ്ട്. പക്ഷെ ഞാൻ ഇത് പുതിയ ഓരോ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരുമ്പോൾ ഇത് ആരാണ്, എവിടെ നിന്നാണ് ഈ പുതിയ ഇൻഫർമേഷൻ കിട്ടുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് സൃഷ്ടാവാൻ ദൈവത്തിൽ നിന്നും കിട്ടുന്നു എന്ന് എന്റെ ആത്മാവ് എനിക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നത്. അല്ല എന്റെയോടും ദൈവം നേരിട്ട് അങ്ങനെ സംസാരം അങ്ങനെ അല്ല, എന്റെ ആത്മാവിലൂടെയാണ് എന്നോടും ഇടപെട്ടുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്.